റബ്ബർ വിലത്തകർച്ച തടയണമെന്നാവശ്യപ്പെട്ട് കർഷകരുടെ 36 മണിക്കൂർ രാപ്പകൽ സമരം നാളെ കോട്ടയത്ത് തുടങ്ങും. തിരുനക്കര പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് സമരം. റബ്ബർ വിലയിടിവിൽ കർഷകർ ദുരിതമനുഭവിക്കുമ്പോഴും പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടൽ നടത്തുന്നില്ല. കർഷകർക്ക് സബ്സിഡി നൽകുമെന്ന പ്രഖ്യാപനം വാക്കുകളിൽ ഒതുങ്ങി. സബ്സിഡി ലഭിക്കുമെന്ന ധാരണയിൽ RPSകളിൽ പേര് രജിസ്റ്റർ ചെയ്ത കർഷകർ പണം ലഭിക്കാതെ വീണ്ടും കബളിപ്പിക്കപ്പെട്ടു. നേരത്തെ പലതവണയായി സർക്കാർ നടത്തിയ സംഭരണം ഫലപ്രദമാകാതെ റബ്ബർ വില തുടരെ ഇടിയുകയാണെന്ന് LDF ജില്ലാ കൺവീനർ പ്രൊഫസർ MT ജോസഫ് ചൂണ്ടിക്കാട്ടി. 2012 ഒരു കിലോ റബ്ബറിന് 243 രൂപ വിലയുണ്ട്. അന്ന് ഒരു കിലോ റബ്ബർ കൊടുത്താൽ 9 കിലോ അരി കിട്ടും. ഇന്ന് ഒരു കിലോ റബ്ബർ കൊടുത്താൽ 2 കിലോ അരി കിട്ടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് റബ്ബറിന് ന്യായവില ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരുനക്കര പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ 4-5 തീയതികളിൽ നടക്കുന്ന 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരം CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. LDF നേതാക്കൾ സമരത്തെ അഭിവാദ്യം ചെയ്യും.